CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ ജില്ലാ ആശുപത്രിയെ 2028ഓടെ പൂർണ്ണ സജ്ജമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ജില്ലാ ആശുപത്രി സന്ദർശനവും കിഫ്ബി പദ്ധതികളുടെ അവലോകനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണ രംഗത്തെ ലോകോത്തര മാതൃകയാണ് കുടുംബശ്രീ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജീവനം 2.0 ക്യാമ്പയിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം അലനല്ലൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന പ്രവാസി പെൻഷൻ വിതരണം അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് SDPI. പെൻഷൻ മുടക്കിയ സർക്കാർ നടപടി തികച്ചും പ്രതിഷേധാർഹമാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ET ഇക്രാമുൽ ഹഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. ലോക നൈപുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ ജില്ലാ ആശുപത്രിയെ 2028ഓടെ പൂർണ്ണ സജ്ജമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ജില്ലാ ആശുപത്രി സന്ദർശനവും കിഫ്ബി പദ്ധതികളുടെ അവലോകനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇനി അടുത്ത കാലത്തുണ്ടായിട്ട് ചെറിയൊരു പ്രവണതയാണ് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ്. ചില വിദേശ കമ്പനികൾ ഇപ്പോൾ ചില സ്വകാര്യ ആശുപത്രികൾ ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാർ ആശുപത്രികൾ ഒന്നിനും കൊള്ളില്ല എന്ന് വരുത്താനുള്ള ചില പ്രചരണം ചില ഭാഗത്ത്. അത് നമ്മൾ അതിനെ നേരിടണം. എന്ത് പറഞ്ഞാൽ ഇത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും സാധാരണക്കാരന് കാണാവുന്ന ആശുപത്രി സർക്കാർ ആശുപത്രി. അടുത്ത നവംബറിൽ ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. ഇൻകൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ 18 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ ആശുപത്രിയിൽ നിലവിലുള്ള ഒഴിവുകൾ വേഗത്തിൽ നികത്താനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിലുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതോടെ ആശുപത്രിയുടെ സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി യോഗത്തിൽ വിലയിരുത്തി. നിലവിലുള്ള ഫണ്ടുകളോടൊപ്പം MP ഫണ്ടും MLA ഫണ്ടും ആശുപത്രി വികസനത്തിനായി ഉപയോഗിക്കുന്നത് പരിഗണിക്കണമെന്നും ചില വിദേശ കമ്പനികൾ സ്വകാര്യ ആശുപത്രികളെ വിലക്കെടുക്കുകയും സർക്കാർ ആശുപത്രികൾ മോശമെന്ന് ചിത്രീകരിക്കുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി യോഗത്തിൽ സൂചിപ്പിച്ചു. ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ രമേശ് പിഷാരടി MLA, ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ശീലാദേവി, DMO ഡോക്ടർ K ബിന്ദു തോമസ്, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ KP അഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പാലക്കാട്. സ്ത്രീ ശാക്തീകരണ രംഗത്തെ ലോകോത്തര മാതൃകയാണ് കുടുംബശ്രീ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജീവനം 2.0 ക്യാമ്പയിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം അലനല്ലൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അപ്പൊ ഇങ്ങനെ അത് കൃഷിയുടെ തന്നെ ഒരു ഭാഗമാണ്. അപ്പൊ കുടുംബശ്രീയെ ആ മേഖലയിൽ ഒന്നുകൂടി ശക്തമായി രംഗത്ത് വരാനും ആ മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ പദ്ധതി. ഈ മൃഗസംരക്ഷണ മേഖലയിലുള്ള ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ജീവനം 2.0 എന്ന പേരിൽ കുടുംബശ്രീ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭക്ഷ്യോൽപാദനത്തിന് ഉപകരിക്കുന്ന വളർത്തുമൃഗങ്ങൾ അട്ടപ്പാടി പോലെയുള്ള ഗ്രാമങ്ങളിൽ ഉൾപ്പെടെയുള്ളവരുടെ ഉപജീവന മാർഗമാണ്. അത്തരം മേഖലകളിൽ കൂടി കുടുംബശ്രീയെ ശാക്തീകരിക്കുന്നതിനും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജീവനം 2.0 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അലനല്ലൂർ CDS ലൈവ് സ്റ്റോക്ക് ക്ലസ്റ്ററിലെ ഏറ്റവും പ്രായമേറിയ കർഷകയായ പ്രസന്നാമ്മയ്ക്ക് വിരമരുന്ന് കിറ്റ് നൽകി ഡീവാർമിംഗ് ക്യാമ്പയിൻ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി അധ്യക്ഷയായി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M നീതു ശങ്കർ മുഖ്യാതിഥിയായി. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ വന്ദന ശശിധരൻ പദ്ധതി വിശദീകരിച്ചു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ, തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഷീന, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പാലക്കാട്. നാളെ കർക്കിടകം 1. തുഞ്ചന്റെ പൈങ്കിളി പാടിയ രാമകഥാശീലുകൾ ഇനി പുലരികളിലും സന്ധ്യകളിലും ഒരുപോലെ മുഴങ്ങിക്കേൾക്കുന്ന പുണ്യകാലം.
ക്ഷേത്രങ്ങളും വീട്ടകങ്ങളും ആഘോഷത്തിന് ഒരുങ്ങി. ഇടമുറിയാതെ വർഷം പെയ്യുന്ന കർക്കിടകം. ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും ഒരുക്കി മലയാളികൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന പുണ്യമാസം. രാമകഥകൾ കൊണ്ട് മുഖരിതമാവുന്ന ദിനരാത്രങ്ങൾ. അങ്ങനെയാണ് മലയാളികൾക്ക് കർക്കിടക മാസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. തുഞ്ചത്തെഴുത്തച്ഛന്റെ കാവ്യമനോഹരമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഒട്ടുമിക്ക ഗൃഹങ്ങളിലും പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് രാമായണ മാസത്തിന്റെ എടുത്തുപറയേണ്ട പ്രത്യേകതയാണ്. രാമായണ എന്ന ആ ആദികാവ്യത്തെപ്പറ്റി, ഭാരതത്തിലെ ആദികാവ്യമായ രാമായണം, അത് ആദികവിയായി വാൽമീകി മഹർഷിക്ക് ലഭിച്ചു. അതിനുശേഷം നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിൽ ആധ്യാത്മിക രാമായണം വിവർത്തനം ചെയ്തതോടുകൂടി അതിൻ്റെ മുഴുവൻ ആ അർത്ഥവത്വവും മലയാളികൾക്ക് സുപരിചിതമായി. മിഥുനമാസത്തിലെ അവസാന ദിവസമാണ് ചേട്ട കളഞ്ഞ് കളപ്പുരകളും വീടും ശുചിയാക്കുന്നത്. വീടുകളിലെ മാറാലയും പൊടിയുമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കുന്നുവെന്നതാണ് സംക്രാന്തിയുടെ വിശ്വാസം. പൊട്ടിപ്പോപ്പോ, ശ്രീദേവിയും മക്കളും വാവ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രായമായ ഗൃഹനാഥ വീടിന്റെ എല്ലാ മുറിയിലും കയറിയിറങ്ങുന്നത്. അതിനുശേഷം വീടിനു ചുറ്റും 3 പ്രാവശ്യം വലം വയ്ക്കും. വാഴപ്പിണ്ടികൾ കൊണ്ടും മടലുകൾ കൊണ്ടും നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി കുട്ടികളും ഇവരുടെ പിറകെ നടക്കും. വീട് 3 തവണ വലം വെച്ച ശേഷം മുറവും അതിലെ സാധനങ്ങളുമെല്ലാം ദൂരെ ഒഴിഞ്ഞ ഭാഗത്തായി ഉപേക്ഷിക്കും. പിന്നീട് കണ്ണാടി, വാൽക്കണ്ണാടി, ദശപുഷ്പം, അഷ്ടമംഗല്യം, നിറനാഴി, ചാന്ത്, സിന്ദൂരച്ചെപ്പ്, കൺമഷിക്കൂട്, വെറ്റില, കളിയടയ്ക്ക തുടങ്ങിയ മംഗല്യദായക വസ്തുക്കൾ ഒരുക്കി വെക്കും. ഭഗവതി വീട്ടിൽ എഴുന്നള്ളി ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുന്നുവെന്നാണ് സങ്കല്പം. ഇതോടെ പഞ്ഞക്കർക്കിടകം സമ്പൽ സമൃദ്ധിയുടെ മാസമായി മാറുമെന്നാണ് വിശ്വാസം. പുതുതലമുറകൾ കർക്കിടക സംക്രാന്തി ആഘോഷങ്ങൾ അറിയാത്തവരായി മാറി. എങ്കിലും സംക്രാന്തി ദിവസം സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചിയിടൽ ചടങ്ങ് ഇന്നും നടത്തി വരുന്നു. ന്യൂസ് ഡെസ്ക് CCN. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന പ്രവാസി പെൻഷൻ വിതരണം അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് SDPI. പെൻഷൻ മുടക്കിയ സർക്കാർ നടപടി തികച്ചും പ്രതിഷേധാർഹമാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇക്രാമുൽ ഹഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 98,000 വരുന്ന കുടുംബങ്ങളെ ദുരിതത്തിലായിരുത്തിക്കൊണ്ട് കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന UDF ഗവൺമെന്റ് പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും പ്രവാസി പെൻഷനുകൾ കഴിഞ്ഞ 3 മാസമായിട്ട് തടഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഈ 98,000 ആളുകളുടെ ഏറ്റവും കൂടുതൽ 98,000 വരുന്ന പ്രവാസി കുടുംബങ്ങളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ല പോലെയുള്ള മലബാർ പ്രദേശങ്ങളാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ വിഷയത്തിൽ പാർട്ടി വളരെ സജീവമായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടെ കഴിഞ്ഞ ഇലക്ഷനിലെ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ നൂലാമാലയിൽപ്പെട്ട് അത്തരം വിഷയങ്ങളൊക്കെ തന്നെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ആളുകളുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടല്ല അത്തരം സാമ്പത്തിക പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യേണ്ടത്, തരണം ചെയ്യേണ്ടതെന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. അശാസ്ത്രീയമായ വികസന അജണ്ടകൾ കൊണ്ടുവന്ന് അതിന്റെ നൂലാമാലയിൽപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വിഷയം മാത്രമല്ല, ഒരുപാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ തുക 5000 രൂപയായി ഉയർത്തണമെന്ന് വിവിധ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുകയിൽ പോലും സംസ്ഥാന സർക്കാർ മുടക്കം വരുത്തിയിരിക്കുന്നത്. ഇത് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 98,000 പ്രവാസി കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കും. കേരളത്തിന്റെ സമ്പദ്ഘടനയെ ഇന്നും താങ്ങി നിർത്തുന്ന പ്രവാസി സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഒരു സർക്കാരിനും മുന്നോട്ടു പോകാൻ കഴിയില്ല. മുടങ്ങിയ പെൻഷൻ വിതരണം എത്രയും വേഗം പുനരാരംഭിക്കാത്ത പക്ഷം പ്രവാസികളെ അണിനിരത്തി ശക്തമായ അവകാശ പോരാട്ടങ്ങൾ SDPI നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 61ാമത്തെ വർഷം മുതൽ അവർക്ക് 3000 വേറൊരു ഗ്രേഡിന് 3500 ആണ് ഇവർക്ക് പിന്നെ പെൻഷൻ പ്രതിമാസം ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
കാര്യം എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണത്തിന് ഈ പ്രവാസി പെൻഷൻ മുടങ്ങിയിട്ടില്ല. നമുക്ക് അറിയാം, ഏതൊരു ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ബോർഡിലും ഒരു ക്രൈസിസ് സ്വാഭാവികമായിട്ടും പിന്നെ വരുന്ന സംഖ്യകളെക്കാളും ചിലപ്പോൾ അങ്ങോട്ടേക്കുള്ള വിതരണം കൂടും. ആ സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അവരെ ബോർഡുകളെ സപ്പോർട്ട് ചെയ്യുന്നിടത്താണല്ലോ ഈ എല്ലാ ബോർഡുകളും എല്ലാ ക്ഷേമ പെൻഷനുകളും നിലനിൽക്കുന്നത്. KSRTC പോലും അതിനുള്ള ഉദാഹരണമാണ്. അവര് നഷ്ടത്തിലാകുന്ന സമയത്ത് ഗവൺമെന്റ് അവർ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിലെ ആ ഗവൺമെന്റ് പ്രവാസികളെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മാസം പോലും മുടങ്ങാതെ കൊടുത്തിരുന്ന പെൻഷൻ ഇവരെ UDF വന്നപ്പോഴേക്കും കഴിഞ്ഞ 3 മാസമായിട്ട് അത് മുടങ്ങിയിരിക്കുക. മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് A. ബീരാൻകുട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി മുർഷിദ് ഷമീം, മീഡിയ ഇൻചാർജ് അൻസാരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം പാറക്കടവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 16 വർഷത്തിനു ശേഷം നവീകരണ കുംഭാഭിഷേകം നടത്തി. ക്ഷേത്രം തന്ത്രി പന്തലക്കോട് മനക്കൽ ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് 2022 ജോലിയിൽ നിന്ന് വിരമിച്ച് പെൻഷനൊക്കെ വാങ്ങി ഇങ്ങനെ കഴിഞ്ഞുകൂടാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഗുരുവായൂരപ്പൻ അവിടെ എന്നെ വിളിക്കുന്നത്. 2000 എൻ്റെ ജ്യേഷ്ഠൻ മൂർത്തിയെടുത്ത് കൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂർ മേശാന്തിയായ സമയത്താണ് ഞാനും ഗുരുവായൂർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം, അന്ന് ഈ കോവിഡ് കാലമായിരുന്നു 2020 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും അന്ന് തൊഴാനൊന്നും വരാത്തൊരു കാലമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ആരും ഇല്ലാത്തൊരു കാലം. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ നമുക്ക് ഭജിക്കാം. അവിടെ അകത്ത് കയറി നമസ്കരിക്കുകയും പിന്നെ ഭജിക്കുകയും സഹസ്രനാമം ചൊല്ലുകയും എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസം, എല്ലാ ദിവസവും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇവിടുന്ന് പോയിട്ട് ഇടയ്ക്ക് ലീവ് എടുത്തിട്ട്, സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ട് പോയി ഇങ്ങനെ അവിടെ ഇന്ന് ഭജനം ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭക്തി എന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. 11 മണിക്കു നടന്ന ആദരായണ ചടങ്ങിൽ വെച്ച് മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരിയെ ക്ഷേത്രം തന്ത്രി ആദരിച്ചു. നാരായണീയം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ലീലാ നാരായണീയം രചിച്ച PV ശങ്കരനാരായണനെ ക്ഷേത്രസമിതി ആദരിച്ചു. ഞാൻ മേശാന്തിയൊക്കെ പറഞ്ഞ മാതിരി തന്നെയാണ്, ഒരു ശ്രീകൃഷ്ണഭക്തകാരൻ ആവുകൊണ്ടുള്ള സാക്ഷിയാണെന്ന് എനിക്കറിയില്ല. അല്ലാതെ മേൽപ്പത്തൂരിനാരായണ ഭട്ടതിരിപ്പാടിനെ പോലെ വ്യാകരണത്തിലോ സംസ്കൃതത്തിലൊക്കെ അവകാശമുള്ള മറ്റ് ആൾക്കാർ ആരും തന്നെ ഇല്ല. പൊതുവെ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഈ നാരായണീയത്തിനെ കുറിച്ച് ഞാൻ എഴുതണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ദേവജനമായി നടപ്പാക്കി തരും. അതുതന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എനിക്കതിന് സഹായമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ജ്യോതിഷമാണ് കുറച്ച് കാലമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിനുള്ള സമയം സംബന്ധിച്ചിടത്തോളം വളരെ എന്തായാലും ഇത്രയും ഒരു നവീകരണം കഴിഞ്ഞ് പരിപാലനമായി ദിവ്യ ചൈതന്യത്തോടു കൂടിയിരിക്കുന്ന ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ അരങ്ങിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു അനുമോദനം തരുന്നത്, അതും ഉത്തമമായ ഒന്ന് ഭഗവത നമ്പൂതിരിയാണ്, മറ്റൊരു ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തന്നെയാണ്. ഈ ശൈവം വൈഷ്ണവം ശാക്രേയം ഇത് 3 എണ്ണയുണ്ട്. സത്വര തമോ ഗുണങ്ങൾ അത് പറഞ്ഞ് ഈ പാറക്കടവ് അമ്പലത്തില് ഈ സാത്വികവും രജസ്സും തമസ്സും എല്ലാതിൻ്റെയും പൂർണ്ണത നല്ലപോലെ ഇനിയും ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രസമിതി പ്രസിഡന്റ് PR കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K ശങ്കരൻകുട്ടി, V ഉണ്ണികൃഷ്ണൻ, PS ഗുരുവായൂരപ്പൻ, T ഉണ്ണികൃഷ്ണൻ നായർ, K സുബ്രഹ്മണ്യഗുപ്തൻ, ശിവരാമകൃഷ്ണ അയ്യർ, S സുന്ദരി, K നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവരെ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. CCN കടമ്പഴിപ്പുറം. കല്ലടിക്കോട് കരിമ്പ തേക്കിൻകൂടം ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ 19ാമത് പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പനാവൂർ മന പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു നാരായണൻകുട്ടിയുണ്ട്. ഈ നാരായണൻകുട്ടി എന്താ പരിപാടി എന്നറിയോ? നല്ലവണ്ണം മദ്യപിക്കും. അവര് ഭാര്യ ആശുപത്രിയിൽ പോയിട്ടും
എവിടെയൊക്കെ ആരൊക്കെ ദൈവം ഉണ്ടായിട്ട് തുള്ളുന്നുണ്ടോ അവിടെയൊക്കെ വഴിപാട് നടത്തിയിട്ടും പല പൂജകളും വീട്ടിൽ നടത്തിയിട്ടും നാരായണൻകുട്ടിയുടെ കഴിക്കൽ കുറഞ്ഞില്ല. അപ്പോഴാണ് ഒരു ഗുരുസ്വാമി ഇതറിഞ്ഞത്. അയാൾ പറഞ്ഞു, നാരായണൻകുട്ടി നാളെ രാവിലെ മാലയിടും കേട്ടോ, ശബരിമലയ്ക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞു. നാരായണൻകുട്ടി മാലയിട്ടു. പിന്നെ അത് കഴിച്ചിട്ടേ പറഞ്ഞത് മനസ്സിലായോ? അയാൾ അയ്യപ്പനെ കണ്ടിട്ടില്ല, ശബരിമലയ്ക്ക് പോയിട്ടില്ല, പോവാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. നമ്മളുടെ അധ്യാത്മികത്തിന്റെ സനാതന ധർമ്മത്തിന് ഇത്ര നല്ല ശക്തിയുണ്ട് അത്രേ. അങ്ങനെ അയാൾ പോയി ആ കാലത്ത് എഴുന്നേറ്റു, കുളിച്ചു, ശരണം വിളിച്ചു, അയ്യപ്പനെ കണ്ടു. അയ്യപ്പന്റെ അരികിലേക്ക് പോയിട്ടില്ല, ശബരിമല കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ പേരില് ഒരു മാല ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. വിശേഷാൽ പൂജകൾ, നാഗപൂജ, ഭക്തി പ്രഭാഷണം എന്നിവ ഉണ്ടായി. തുടർന്ന് നടന്ന പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി അനുസ്മരണ യോഗത്തിൽ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് CK നാരായണൻ, ശാഖാ പ്രസിഡന്റ് KB ഹരിദാസ്, ആധ്യാത്മിക പ്രഭാഷകൻ മുരളീധരൻ പെരിഞ്ചേരി എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ദേശീയ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ദേശീയതല വെബിനാറും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി മലപ്പുറം നഗരസഭ വൈസ് ചെയർമാൻ ജിതേഷ് G. അനിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പദ്ധതി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് കുറച്ചും കൂടി സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ മെക്കാനൈസ്ഡ് ആയിട്ട് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു കാര്യമാണ്. CCMനോട് തുടക്കത്തിൽ പറഞ്ഞു. കാരണം നിങ്ങളിവിടെ ജോലി ചെയ്യുന്നത് പറഞ്ഞാൽ അത്ര ഒരു നല്ല കാര്യം ചോദിച്ചാൽ നഗരം ഭംഗിയാക്കുന്നതിനൊപ്പം നിങ്ങളുടെ ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും അത് എപ്പോഴും നല്ല വൃത്തിയോടുകൂടി ആണ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ ഞാൻ ഇടപെടുമ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ ഗ്ലൗസ് ഇടണം അല്ലെങ്കിൽ മാസ്ക് ധരിക്കണം എന്നൊക്കെ. നിങ്ങൾ അറിവില്ലായ്മ കാരണമാണോ, ചിലപ്പോൾ അത് കുഴപ്പമില്ല എന്നുകൊണ്ടാണ് അറിയില്ല, ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കും. പരിപാടിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീറ മുസ്തഫ, വികസന സ്ഥിരം സമിതി അധ്യക്ഷ മറിയുമ ഷെരീഫ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആബിദ എട്ടുവീട്ടിൽ, നഗരസഭാ സെക്രട്ടറി K. സുധീർ, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ, നഗരസഭാ ഉദ്യോഗസ്ഥരായ ഗോപകുമാർ, രാജൻ എന്നിവർ സംസാരിച്ചു. ദേശീയതല വെബിനാറിൽ പങ്കെടുത്ത ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്യുകയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാധാന്യവും ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. CCN മലപ്പുറം. മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. ലോക നൈപുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നന്നായിട്ട് സക്സസ് സ്റ്റോറി ഇവിടെയുണ്ട്. സോ അതിൻ്റെ ഒരു പരിപാടിയിൽ ചേർക്കാൻ എനിക്ക് ഈ അവസരം ഇങ്ങനെ കിട്ടിയതാണ്. സോ ഐ തിങ്ക് സർ I must thank you first and Shri Umar Koya also for having me invited here. ഒരുപാട് കാര്യം കേൾക്കാൻ ഈ അവസരം കിട്ടി. മനസ്സിലായി സാറിൻ്റെ ലീഡർഷിപ്പിൽ 70 വർഷമിൽ നന്നായിട്ട് ഈ രീതി വളരെ മികച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും നമുക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് കളക്ടറേറ്റിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും സപ്പോർട്ട് ഇതിൻ്റെ വേണ്ടി ആവശ്യമാണ്. അത് നമുക്ക് it goes without saying, sir. Now, like I'm almost 4 years into the district, so started understanding also what to know about this very important initiative. So definitely, whatever support is required. മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിപോഷിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ സംരംഭകത്വ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ സ്ത്രീ തൊഴിലിടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി അവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. 21 മേഖലകളിലായി 1800ഓളം പേർക്കുള്ള പരിശീലനം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
നിർവഹിക്കുകയാണ്. മുതിർന്നവരെ പരിചരിക്കുന്ന കെയർ ഗീവർ കോഴ്സ് ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ റഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. JSS ഡയറക്ടർ വി ഉമർ കോയ, വാർഡ് കൗൺസിലർ നജ്മ ഷബീർ, പ്രോഗ്രാം ഓഫീസർ ദീപ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ നൈപുണ്യ മത്സരങ്ങൾ നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. CCN മലപ്പുറം. പാലക്കാട് പിരായിരിയിൽ സ്ഥലം ലഭ്യമാക്കിയാൽ മികച്ച സൗകര്യങ്ങളോടെയുള്ള ആശുപത്രി കെട്ടിടം സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. പിരായിരിയിലെ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച മന്ത്രി അലോപ്പതി, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ആവശ്യമാണെന്ന് വിലയിരുത്തി. ഈ പകർച്ചവ്യാധികൾ തടയണമെങ്കിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് നമ്മൾ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ്. മാലിന്യങ്ങൾ നിർബന്ധമായി നീക്കം ചെയ്യാനും നീക്കം ചെയ്ത മാലിന്യങ്ങൾ സംസ്കരിക്കാനും വേണ്ട സംവിധാനം ഉണ്ടാകും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് മികച്ച അന്തരീക്ഷം ഒരുക്കുന്നതിന് വിവിധയിടങ്ങളിൽ നിന്നും നീക്കിയ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ആധുനിക സംവിധാനങ്ങൾ നിലവിലുള്ളതിനാൽ സംസ്കരണ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിൽ ആശങ്കയുടെ ആവശ്യമില്ല. കുടുംബശ്രീ, ഹരിതകർമ്മസേന, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ തുടങ്ങിയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ പകർച്ചവ്യാധി പ്രതിരോധം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പിരായിരി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം നടന്ന പരിപാടിയിൽ രമേശ് പിഷാരടി MLA അധ്യക്ഷനായി. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഇസ്മയിൽ, വൈസ് പ്രസിഡന്റ് സഫിയ, മെമ്പർമാരായ P നന്ദബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN പാലക്കാട്. പുലാമന്തോൾ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഗൃഹസന്ദർശനവും ലഘുലേഖ വിതരണവും ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിലും പുലാമന്തോൾ പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊതുക് നശീകരണ പ്രവർത്തനവും ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളും തുടരും. 16-ാം വാർഡ് കാവുവട്ടത്തു നടന്ന ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഷിജിൽ, KT ജിജീഷ്, സ്വരൂപ്, മുഹമ്മദ് അലി, ഉണ്ണി ചെമ്മല, മിഥുൻ, ഹതീഖ്, അമൽ എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ ജില്ലാ ആശുപത്രിയെ 2028ഓടെ പൂർണ്ണ സജ്ജമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ജില്ലാ ആശുപത്രി സന്ദർശനവും കിഫ്ബി പദ്ധതികളുടെ അവലോകനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണ രംഗത്തെ ലോകോത്തര മാതൃകയാണ് കുടുംബശ്രീ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജീവനം 2.0 ക്യാമ്പയിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം അലനല്ലൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന പ്രവാസി പെൻഷൻ വിതരണം അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് SDPI. പെൻഷൻ മുടക്കിയ സർക്കാർ നടപടി തികച്ചും പ്രതിഷേധാർഹമാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ET ഇക്രാമുൽ ഹഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. ലോക നൈപുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.